നമസ്കാരം. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന് പ്രായമേറെയായെന്നും അദ്ദേഹം വിരമിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവീൻ പട്നായിക്കിന് 77 വയസ്സായെന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാകുന്നില്ലെന്നും അമിത്ഷാ പറഞ്ഞു. അതിന്റെ ഫലമായി 1.5 ലക്ഷം സർക്കാർ ഒഴിവുകൾ നികത്തുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയാൽ ഒഡിയ സംസാരിക്കുന്നയാളെ മുഖ്യമന്ത്രിയാക്കുമെന്നും തങ്ങൾ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് നിയമനം നടത്തുമെന്നും അമിത്ഷാ വാഗ്ദാനം ചെയ്തു. നരേന്ദ്രമോദിയെ 3ാം വട്ടവും പ്രധാനമന്ത്രിയാക്കാനും നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള BJD സർക്കാർ നശിപ്പിച്ച ഒഡീഷയുടെ പ്രതാപം വീണ്ടെടുക്കാനുമാണ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെന്ന് അമിത്ഷാ പറഞ്ഞു. മെയ് 25-ന് ഒഡീഷയിൽ ഒരേ സമയം നടക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായാണ് അമിത്ഷായുടെ ഈ പ്രതികരണം. അതേസമയം അമിത്ഷായുടെ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് കോൺഗ്രസ് നേതാവ് P. ചിദംബരം പറയുന്നു. 77 വയസ്സുള്ള നവീൻ പട്നായിക്കിന്റെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം വിരമിക്കണമെന്ന അമിത്ഷായുടെ നിർദ്ദേശം 73 വയസ്സും 7 മാസവും പ്രായമുള്ള നരേന്ദ്രമോദിയെ കൂടി ഉദ്ദേശിച്ചാണോ എന്ന് ചിദംബരം ചോദിക്കുന്നു. BJP സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ അമിത്ഷാ ആയിരിക്കും ഏറ്റവും സന്തുഷ്ടനായ വ്യക്തിയെന്നും മോദിയല്ല അമിത്ഷാ ആയിരിക്കും പ്രതിപക്ഷ നേതാവായി ഇരിക്കുക എന്നും ചിദംബരം കൂട്ടിച്ചേർത്തു. 2025-ൽ 75 വയസ്സ് തികയുമ്പോൾ മോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അവകാശവാദങ്ങളുടെ ചുവട് പിടിച്ചാണ് ചിദംബരത്തിന്റെ ഈ പ്രതികരണം. തന്റെ പിൻഗാമിയായി അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ട് തേടുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ മോദി അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. എനിക്ക് സ്വന്തമായി ഒരു അനന്തരാവകാശവുമില്ല, നിങ്ങളാണ് എന്റെ അനന്തരാവകാശം എന്നായിരുന്നു ചൊവ്വാഴ്ച ബീഹാറിലെ മഹാരാജ്ഗഞ്ചിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി പറഞ്ഞത്. അമിത്ഷായും ഈ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. BJPയുടെ ഭരണഘടനയിൽ 75 വയസ്സായാൽ വിരമിക്കണം എന്ന നിബന്ധന ഇല്ലെന്നും മോദി 3ാം വർഷവും അധികാര കാലയളവ് പൂർത്തിയാക്കും എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.